Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 4 குள்ள போயிடலாம். 10-15 ഇടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലെയാണല്ലോ പറയണത്. മോളെ, ഞാൻ ആദ്യം തൊട്ടേ പറയണത് ഇത് ശരിയല്ലാന്ന്. അപ്പൊ എന്തായിരുന്നു? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടോ മോളെ. ശരണ്യെ, മേമ്മ ചപ്പാത്തിയും ചിക്കനും കഴിക്കാൻ വിളിക്കുന്നു. വായോ, ബാൽക്കണിയിൽ ഭയങ്കര കൊതുക. രാത്രി അമ്മ തൂക്കം പോച്ചടി അമ്മ. ഒരു അപകടത്തിന് ഞങ്ങൾ ഒരു കണക്കിനാണ് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു വാട്ട്സ് ഹാപ്പനിങ്. അവളുടെ കാമുകനാരാ നിനക്കറിയോ? ഇടികൊണ്ട് തോട്ടി കിടക്കാൻ ചെക്കാ നീ. ക്ഷമിക്കൂ കസിൻ സിസ്റ്ററെ, നീ ആവർത്തിക്കില്ല. ഞാനിതോടെ പറഞ്ഞതിന്റെ എഡിറ്റിംഗ് പഠിപ്പും കോപ്പൊക്കെ നിൽക്കും നിനക്കറിയാല. മനസ്സിലായി. ആ. ആദ്യം പറയുമ്പോ മനസ്സിലായി. സോനാരെ, നേരത്തെ ഒരു കാമുവിന്റെ പറഞ്ഞില്ലേ, ഏതാണവൻ? എന്തിനാ? ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. അതറിഞ്ഞിട്ട് നിനക്ക് യാതൊരു കാര്യമില്ല. ശരിയാണ്, കാര്യമില്ല. ആ. ഓക്കെ, മറക്കാം, എല്ലാം മറക്കാം. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പഴം വിഴുങ്ങിയ പോലെ നിന്നാ നീ. ആ സമയത്ത് എന്റെ ബോക്സിംഗ് ഗ്ലൗസ് ആയി പോയി, അല്ലെങ്കിൽ കൊടുത്താനോ പറഞ്ഞിട്ട്. ബോക്സിംഗ് ഗ്ലൗസ് ഇട്ടിട്ടുള്ള ഇടിക്കേണ്ടത്. ഇടിയൊന്നും വേണ്ട, ഞാൻ അവളുടെ അടുത്ത് പ്രോമിസ് അടിച്ചാണ്. വേണ്ട, പറഞ്ഞു തീർക്കാലോ. പറഞ്ഞു തീർക്കാം. എന്നാ അവനെ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. എന്റെ അവന്റെ നമ്പർ ഒന്നുമില്ല വിളിക്കാനായിട്ട്. നാളെ തന്നെ എവിടെന്നെങ്കിലും നമ്പർ ഒപ്പിച്ച് അവനെ വിളിക്കണം. അത് ഒപ്പിക്കാം. ഓക്കെ, വാ. Shape of you. ഹലോ, അജിത് മേനോനല്ലേ? ആ, ഞാൻ ദീപു, ശരണ്യയുടെ ഫ്രണ്ടാണ്. നമുക്കൊന്ന് നേരിട്ടാണ് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാൻ? പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ സംസാരിക്കാനാണ്. ആ, സ്ഥലം പറ. എറണാകുളം. വേണമെങ്കിൽ കൂട്ടുകാരെയും വിളിച്ചോ. ആ, എന്നാ ഒറ്റക്ക് വന്നാ മതി. എറണാകുളത്തോടെ? വരുണ്ട വീട് പറഞ്ഞാൽ ശരിയാവൂല. എന്നാ പിന്നെ പറയാന്ന് പറ. അത് ഞങ്ങൾ പിന്നെ പറയും. എറണാകുളം എനിക്ക് അറിയാത്ത സ്ഥലമൊന്നുമല്ല. മറ്റന്നാ ഞാൻ വരും. ഞങ്ങളും என்ன பிளான் பண்றாங்கன்னு தெரியல. ഇന്നർ പീസ്. അവിടെ കഴിച്ചാൽ ശരിയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ലഞ്ച് സെറ്റ് ആക്കണം. നിന്നെ എന്തായാലും ഒരൻസാർ തോപ്പിക്കും. അമ്മാതിരി അപമാനമല്ലേ. മിണ്ടാതിരി ശാപമേ. നിന്നെ തോപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാരണമെങ്കിലും ഉണ്ട്. നിന്റോടെ നടക്കുന്നോണ്ട് എന്നെ തോപ്പിക്കാന്നാണ് എന്റെ പേടി. എടാ, കൊപ്പട വല്ല ഇന്നലത്തെ കൊള്ളലെന്ത്? അതെന്താന്ന് വെച്ചാൽ നീ ഡിഗ്രി എനിക്കറിയില്ല. ആ, വേറൊരു കാര്യം നിനക്കറിയോ? ഈ അജിത്ത് മേനോൻ ചേട്ടനും അരുൺ സാറും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാ. ഇത് പഠിക്കാം. കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. വേറെ എന്നാ നീ அவர்தான் ஐடிஐ பாலிடெக்னிக் ஏதோ படிச்சுட்டு இங்க வந்து லேட்டர் இன்ட்ரெஸ்ட் இருக்காரு நினைக்கிறேன். அதெல்லாம் அவங்க அப்பா கலாய்ச்சாரு. என்ன கலாய்ச்சாரு? என் வயசு இருக்குல்லடா. இல்ல இவங்க ரெண்டு பேர் பாக்கும்போதுமே வந்து ஒரு மாதிரி பண்ணிப்பாங்க. ഞാൻ അഭിലാഷ്, ദീപുന്റെ അളിയൻ. അന്ന് വിളിച്ചിരുന്നില്ലേ? അത് ഞങ്ങളാ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സുമേഷ്. അജിത്തെ, അപ്പൊ സംഭവം എന്താന്ന് இவரு ஆர்டிஎக்ஸ்ல வருவாரு அவர்தானே? ഫോർവേഡ് ആയിട്ട് ഞാൻ കാര്യം പറയാം. ഇത് നമ്മുടെ ബഡിയാണ്. ഇതും ഇവനൊരു ചിക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചിക്ക് പഠിക്കുന്ന ബ്രോന്റെ കോളേജിലാ. ഇവന്റെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ബ്രോ കുറെ നാളായിട്ട് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. വേറെ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായതൊക്കെ ഞങ്ങൾ മറന്നു. മതി, നിർത്തിക്കോ. ഇത് പറയാൻ വേണ്ടി വന്നാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി കൈ കൊടുത്ത് പിരിയാം. എന്തേ? நல்ல டீலிங் தான். ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരുമല്ലോ ശരണേ. ഓക്കെ അല്ലെങ്കിൽ ഇടി കിട്ടും. നിന്നോടൊക്കെ പറഞ്ഞാണ്. എന്താ ബ്രോ? ബ്രോ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറ. ஓகே சொல்றான்னு நினைக்கிறேன். ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിട്ടാവണ്? പറയട്ടെ. അയത്തേട്ടാ, ഇടിക്കിട്ടോ? ഇടിക്കിട്ടും. പിന്നെ നീ എന്തിനാ നേരത്തെ ചാടിയിട്ട്? ഓളത്തിന് കൈ കൊടുക്ക. എനിക്കിടിക്കണം. നമുക്കറിയാൻ പാടാത്ത സ്ഥലമാണ്. നല്ല ഇടി കിട്ടും. എന്റെ കയ്യൊക്കെ കണ്ട് എന്ത് സൈസാണ്. വെറുതെ ഇട്ടിക്കൊണ്ട് തൂറാൻ നിൽക്കണം. കൂട്ടാണോ? ഓക്കെ. അപ്പൊ ബ്രോ കൈ കൊടുക്കാല്ലേ? ഓക്കെ. வேண்டாம், പിന്നെ எனக்கு அப்பவே தெரியும். என்னடா இது அர்ஜென்டினாக்கு வந்த சோதனை. സെറ്റായില്ലേ? പിന്നെ പൊളിക്കാപ്പേ. പിന്നെ അല്ലാണ്ട്. വാ. എന്തായി? ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. പക്ഷെ നീ ഈ CR ഇവിടെയാണ് വെക്കേണ്ടത്. അത് ഇവിടെയല്ലേ വെക്കണ്ടേ? ഇതിനൊക്കെ നീ അനുഭവിക്കാൻ யாரப்பாணி? പൗറോൺജി, നിന്റെ റിജക്ഷൻ എനിക്കൊരു ഷോക്ക്. கடிக்க போதுன்னு நினைக்கிறேன். வேணும் தான் இவருக்கு. சுவிட்ச் ஆஃப் பண்ணிருக்கலாம்.
അതെവിടെ ബെറ്റർ. അയ്യോ സാർ വേണ്ട. നമുക്ക് ഈ വഴി നാളെ എനിക്ക് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ചോദിച്ചു എന്താന്ന് വെച്ചാലേ കറക്റ്റ് ആ സമയത്ത് എത്തിയില്ലെങ്കിൽ ബിരിയാണി തീർന്നു. അതാണ് നേരത്തെ ബിരിയാണി വാങ്ങിച്ചു തരാം. പോവും. വയറ്റിലെ വഴി വേണമെങ്കിൽ നമുക്ക് കുപ്പി എടുക്കാം. നിനക്കെന്തായാലും പറയണെങ്കിലേ മുഖത്തോക്കി പറയണം, അല്ലാതെ ഇതുപോലെ യൂസ്ലെസ്സിൽ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തല. കേട്ടോ? തേഞ്ഞ് ആരുടെ യൂസ്ലെസ്? സുമേഷ് ചേട്ടാ, ആരുടെ യൂസ്ലെസ്? അളിയാ! ഉയ്യോ. ഉയ്യോ. அடிச்சுட்டு ஓடுறாங்களா? അജിത്തേട്ടൻ അതിനകത്ത് ഉണ്ടോ എന്തോ. யார் வரான்னு சொல்லிட்டு போடுறாங்க. ഡോക്ടേഴ്സ് പറഞ്ഞതേ ഷോക്ക് അടിച്ചതല്ല, തലയ്ക്ക് അടിയേറ്റതാണ് ഇഞ്ചുറിക്ക് കാരണം. അരുൺ സാറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വരും. എന്തായാലും ശരണ്യയുടെ തക്ക സമയത്ത് ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കണത്? എല്ലാ വീട്ടിലെ അളിയന്മാര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാ, എപ്പോഴും ഒരുമിച്ച്. ഇതൊക്കെ കണ്ട് ഞാനും കുറെ സന്തോഷിച്ചിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു അബി, നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹത്തിന്റെ ആവശ്യമൊന്നും വേണ്ടായിരുന്നു. അമ്മ എന്ത് സീരിയലിലെ പോലെ സംസാരിക്കണത്? സീരിയല് നീ ഒറ്റ ഒരു തന്നെ ഇവനെ കൊണ്ടുപോയി വഷളാക്കണത്. അമ്മ ഇത് എന്താ ഈ പറയണത്? ഇവന്റെ കാര്യത്തിന് വേണ്ടിട്ട് അഭിചേട്ടൻ പോയത്, എന്നിട്ടിപ്പ എന്തായാലും എന്താ അവൻ വേണ്ട ഇവനെ ഉപദേശിച്ച് നേരെ വഴിക്ക് നടത്താൻ. അല്ലാണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലും വഴക്കുണ്ടാക്കാൻ പോവാ. നിന്നാ ശരിയാവില്ല. അഭിചേട്ടാ ഇത് ഇങ്ങനെ പോണേ. ചാവാനൊന്നല്ലടി. ഡാ നീ എന്തോക്കിക്കണേണ്? പോയി വിളിച്ചേ. അളിയാ, ഇതെന്താണ്? എവിടെ പോണേണ്? എന്റെ അമ്മേനേക്കാളും കൂടുതൽ ഞാൻ അമ്മേന്ന് വിളിച്ചിട്ടുള്ളതേ നിന്റെ അമ്മേനെയാ. ഇനി നിന്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് വാനമ്പാടി കാണാൻ ഈ അഭിലാഷ് കുമാറിനെ കിട്ടില്ല. ഞാൻ പോയി 2 നിപ്പനടിച്ചിട്ട് വരാം. അളിയൻ വന്നോളും, ചേച്ചി പൊക്കോ. அவங்க ஒரு பிரச்சனை, அவங்க ஒரு பிரச்சனை. എന്തൊരു കോഡ് കമ്മി വിചാരിച്ചത്? ഞാൻ നിന്നെ വിളിക്കാൻ നിക്കണായിരുന്നു. നീ അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങൾ. അക്ഷരം മിണ്ടരുത്. കോളേജ് മൊത്തം പാട്ടാണ്. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. നിങ്ങക്ക് കൊച്ചിയിലത് ഗുണ്ടാ ടീമായിട്ടും ബന്ധം നല്ലൊരു പറഞ്ഞുണ്ടാക്കുന്നേ. കഷ്ടമാണിത്. എടി, ഞാനാണ് അടിക്കാൻ വിളിച്ചല്ല, കാര്യം പറയാൻ വിളിച്ചാണ്. അപ്പഴാണ് ചുമ്മാ സുമേഷ് ചേട്ടൻ അപ്പൊ തന്നെ അവനെ കയറി അടിച്ച്. അതിന്റെ ഇടയിൽ ഞാൻ പെട്ടുപോയതാണ്. എല്ലാത്തിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ ദീപു നിന്റെ അടുത്ത്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു നീ ആയിട്ടുള്ള റിലേഷൻ വേണ്ടാന്ന്. സോനായിരിക്കും പറഞ്ഞത്, അവക്കുള്ള പിന്നെ. എന്റെ പൊന്നു സഹോദര, സോനയല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ ലാബ് എക്സാം ആണ്. അത് കഴിഞ്ഞ സെമിനാർ പ്രസന്റേഷനും. പഠിക്കാൻ മൈൻഡ് കിട്ടണല്ലോ. നിനക്ക് അതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് അല്ലേ ദീപു? ഞാൻ അവിടെ പഠിക്കാൻ വന്നാണ്. നിനക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയില്ല വെച്ചിട്ട്. ഞാനും പോയിട്ടുണ്ട് കോളേജിലൊക്കെ. എന്നിട്ട് എന്ത് കാര്യം? പിന്നെ നീ നിന്റെ അസൈൻമെന്റ് സെമിനാറൊക്കെ ഉണ്ടാക്ക്. നീ എന്നെ വിളിക്കാൻ നിക്കണ്ട. അസൈൻമെന്റ് സ്പെല്ലിംഗ് അറിയോ നിനക്ക്? അസൈൻമെന്റ് സ്പെല്ലിംഗ് പറയാൻ പറ്റുമെന്ന് പറ. അറിയില്ലല്ല. അസൈൻമെന്റ് സ്പെല്ലിംഗ് കണ്ടിട്ട് എനിക്ക് ഈ ലോകത്തൊന്നും ഉണ്ടാക്കാനില്ല. ശരണ്യെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ എനിക്കും അറിയാം. മോള് കിടന്ന് കരയും. പോടാ. இப்படி அடிச்சுக்கிறாங்க. அவங்கள ஹர்ட் பண்ணா அவங்க ரொம்ப ஹர்ட் ஆயிடுறாங்க. ஆனா அவங்க மத்தவங்களை பிடிச்சி ரொம்ப ஹர்ட் பண்றாங்க போல. இந்த அளவுக்கு அவர் புஷ் பண்ணணும்னு இல்லல்ல, ரொம்ப புஷ் பண்றாங்க. ஏன்னா அங்க எல்லாம் கலாய்ச்சிருக்காங்க. இப்ப அவங்களுக்கு இருந்த പ്രഷർ ഫുൾ ഇവங்க മേലെ ഇട്ടിട്ടാங்க. തെറി പറഞ്ഞോട്ടെ, തല്ലിക്കോട്ടെ, പക്ഷെ ഇംഗ്ലീഷും പറഞ്ഞാടാ കളിയാക്കിയത്. എനിക്ക് അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത്. ഇതെന്തൊരു കഷ്ടമാണത്. നിനക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് വേറെ രീതിക്കാണ് ഫീൽ ചെയ്തത്. അവളെന്നെ പ്രേമിക്കണ ത്യാഗം ചെയ്യണ പോലെടാ. ഇതിനങ്ങനെയൊക്കെ എടുക്കണോ? എടാ വരുണേ, എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട്. പൊന്നു മാൻ, കോയമ്പത്തൂർ ആണെങ്കിൽ ഞാൻ ഇല്ലാട്ടാ. അതല്ലടാ, ഞാൻ കുറച്ചു ദിവസം മാറിയിക്കാൻ പോണേണ്. സമാധാനം. കോതമംഗലത്ത് നമ്മുടെ ജസ്റ്റിന്റെ അടുത്ത്. പിന്നെ ഞാൻ ഫോൺ ഓഫ് ആക്കി വെക്കും. അയ്യോ, കിട്ടാകുമ്പോ നിന്നെ വിളിക്കും. എന്നെ വിളിക്കണം? എന്തിന്? നിന്നെ വിളിക്കും. നീ എന്ത് പറയും? എന്ത് പറയണം? അപ്പൊ നീ പറയണം, ഞാൻ എവിടെ പോയിന്ന് അറിയാൻ പാടില്ല, ഭയങ്കര വിഷമിച്ചിട്ടാ പോയെന്നും പാനിക് അറ്റാക്ക് അടിച്ചെന്നും പറ. പാനിക് അറ്റാക്കാ? അവള് പറയാറുള്ള ഒരു വാക്കാണ്. ഓക്കെ, പാനിക് അറ്റാക്ക്. എന്റെ വില മനസ്സിലാക്കട്ടെ. അത് ഞാൻ പറഞ്ഞോളാം. കഴിക്കണല്ലേ? പോയിട്ട് വേറെ പണികളാണ്, വേഗം കഴിക്ക്. അപ്പൊ ശരി, ഞങ്ങൾ പോയി വാങ്ങണേ.
മമ്മി താറാവ് കൊണ്ടുവരാം. ആ ശരി മമ്മി. എടാ ഈ അസൈൻമെന്റ് വെക്കാത്തതിന് ക്ലാസ്സിൽ പുറത്താക്കുന്ന കണ്ടുണ്ട്. നീ ഈ അസൈൻമെന്റ് സ്പെല്ലിംഗ് അറിയത്തില്ല കൊണ്ട് എന്തോ ഉദ്ദേശത്തില്ല നാടും വിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. എടാ ഈ ഇംഗ്ലീഷ് അറിയാവുന്ന കാമുകിമാർ എന്തുകൊണ്ടും ഒരു ബാധ്യതയാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കട്ട്ലേറ്റ്, ബർഗർ, സാൻഡ്വിച്ച്. നമ്മുടെ കാമുകയാണെങ്കിലോ മുട്ട പപ്സും ചായ. 30 രൂപ പരിപാടി കഴിഞ്ഞു. എടാ ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ? ഇവറ്റകൾക്ക് ഇതിന്റെ സ്പെല്ലിംഗ് അല്ലേ അറിയേണ്ടത്. സ്പെല്ലിംഗ് ആണോ? സ്പെല്ലിംഗ് ഇച്ചിരി പാടാ. ഹലോ, എന്തായി? ആ എടാ അവള് വിളിച്ചൊന്നുമില്ല. 2 ദിവസമായാലും വരണേ. നീ ഇത് എവിടെയാണ്? ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ അങ്ങോട്ട് വിളിക്ക്. അവളാകെ ടെൻഷൻ അടിച്ച് സെമിനാറൊക്കെ ഓളാക്കിയിട്ടുണ്ടാവും. അയ്യേ, എനിക്ക് കുറച്ച് നാണോമാനൊക്കെ ഉണ്ട്. നീ എന്നെ വിളിച്ചാൽ മതി. ഓ, അപ്പൊ നാണമാനില്ലാത്ത ആരെല്ലാം കൊണ്ട് ഞാൻ വിളിപ്പിച്ചോളാം. സാറ് വെച്ചോ. ഞാൻ വിളിക്കത്തില്ല. മമ്മി താറാവ്. മോളെ അഭിച്ചേട്ടനാണ്. എന്താ ദീപ് വിളിച്ചിരുന്നോ? അവൻ എവിടെയാന്നൊരു വിവരമില്ല. എനിക്കറിയില്ല. മോളെ അവൻ കോതമംഗലത്താണ്. അവൻ എന്നെ വിളിച്ചപ്പോ കരയായിരുന്നു. വിഷമം കൊണ്ടേ. മോളൊരു കാര്യം ചെയ്യ്, മോൾ അവനെ വിളിച്ച് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ പറ. എന്തിന്? ചേട്ടൻ ഞാൻ അവനെ വിളിച്ച് സൂര്യ വരാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടിയില്ല. അവൻ ഇത്രയും ഓവർ സ്മാർട്ട് കളിക്കാൻ സ്ഥിതിക്ക് ഞാൻ അവനെ വിളിക്കുന്നില്ല. ചേട്ടനും കൂടി നാടകത്തിൽ ചേർന്നല്ല. ചേട്ടനെ കുറച്ച് വിവരം ഉണ്ടെന്നാണ് കരുതി. எல்லாத்தையும் கண்டுபிடிச்சிடுறாங்க. അവനോട് പറഞ്ഞേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ തന്നെ ഒരു ഏറുമേട കെട്ടി താമസിച്ചോളെ. ഇത് കഴിഞ്ഞ് ദീപ് ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കണ്ടെന്നും പറഞ്ഞേക്ക്. മോളെ അവനൊരു നിഷ്കളങ്കനാണ്. என்ன பிளான் பண்ணாலும் கண்டுபிடிச்சிடுறாங்க அவங்க. കളിച്ചിട്ട് പോടാ. അറേ യാർ, എന്തായി? ഏറ്റില്ലാന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഏ? ആ നീ കോതമംഗലത്താന്ന് പറഞ്ഞപ്പോ അവള് പറയണേ ഒരു ഏറുമാടം കെട്ടി നിന്നോട് അവിടെ തന്നെ കൂടിക്കോളാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഏറുമാടം കെട്ടി കൂടാൻ അവനെന്താ മൗഗ്ലിയാണെന്ന് ഞാൻ ചോദിച്ചു. മൗഗ്ലിയാ? അവൾ അങ്ങനെ പറഞ്ഞ? യെസ്, അവൾ ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാനേ നാളെ തന്നെ അങ്ങോട്ട് വരാം. കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ സ്ഥിതിക്ക് നീ എന്തിനാ ഇനി അവിടെ പെറ്റ് കിടക്കണേ? നീ ഇന്ന് തന്നെ കേറിക്കോ. അതെ, അവനോട് കഴിച്ചിട്ട് വരാൻ പറ. കഴിച്ചിട്ട് വരാം. ആ കഴിച്ചിട്ട് വാട്ടാ വരുമ്പോ ഇവിടെ ചോറിൽ വെള്ളം ഒഴിച്ചു. ആ, നല്ല അക്ക മാമ. നീ ഇതോടെ പോന്നു? ഞാനേ വീട്ടിൽ പോണു. നാളെ മാർക്കറ്റിൽ നിന്ന് കായറക്കേണ്ട ദിവസം ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ മാച്ചോ? പിന്നെ മാച്ച് കോപ്പ് നിങ്ങനെ കളിച്ചാൽ മതി. ഫ്രണ്ട്സിന്റെ ലൈഫ് വലിഞ്ഞിരിക്കണേ. പിന്നെ ലാസ്റ്റ് വൈകിട്ട് ഞാനാട്ടാ. അതിന് നമ്മുടെ ബ്ലാക്ക് അല്ലടാ. ഓക്കെ അബോല ദൂസര ആത്മിക കാ പറിക്കാൻ തുമ്മാറോ മാറോ മാറോ. എടാ ശില്പ ബായ് പറഞ്ഞപ്പോ നീ എങ്ങടെ ഓക്കെ ചെയ്ത്? ആദ്യം കുറച്ചാൾ വിഷമം ഉണ്ടായി, കുറച്ചധികം നാൾ വിഷമം ഉണ്ടായി, പിന്നെ അതാൾ മാറി. പക്ഷെ ഇതങ്ങനെ ഒന്നുമല്ലടാ. പക്ഷെ അവള് പോടാ. ഞാൻ എന്ത് സാധനവും മൈൻഡിഡ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം പഴയതുപോലെ ആന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും വിഷമായത്. താനൊന്ന് പോടൂ. ഞാനേ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ. അതേ താനേ നാളെ അവളുടെ കോളേജിലേക്ക് പോകും. ചെന്നിട്ട് കാര്യം പറഞ്ഞ സോൾവ് ആക്ക്. അതേ ഫോണൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നേരിട്ടില്ലേ. പോയി നോക്കാല്ലേ? പോയി നോക്ക്. അങ്ങനെ ഞാൻ രാവിലെ വീട്ടിലേക്ക് വരാം. ശരി, സെറ്റ്, നമുക്ക് പോവാം. മാൻ ചേച്ചിക്ക് എന്തിയേ? ആലുവേല അമ്മൂമ്മയുടെ ചാത്തത്തിന് പോയിക്ക. നാളെ വരല്ലോ. എന്നാ ഞാൻ ഇറങ്ങണ്ടേട്ടാ. ഫുഡ് അടിച്ചിട്ട് പോടാ. ഇല്ല പരിപാടി ഉണ്ട്. അതെ നിങ്ങളെ ചെക്കനൊന്ന് ഉപദേശിക്കാൻ നോക്ക്. അതോ പറയും. എടാ ഞാൻ പോണ്ടാ. 1 ലിറ്റർ വാങ്ങിയ പേടിച്ചോ? தயாராகிறாரு அதுக்கு. തും തുമാരാ പാട് ദേക്കോ ബായ്. നിന്നെ വിടണ പ്രശ്നമില്ല. ഡാ നീ നാളെ അവിടെ പോയിട്ട് കാര്യമില്ല. ഇനി അവളുടെ കൂട്ടുകാരായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത്. നീ നാളെ അവിടെ ചെല്ലുമ്പോ അവളുടെ കൂട്ടുകാരികളായിട്ട് വരും. എന്നിട്ട് നീ അവരുടെ മുന്നിൽ നാണം കെടും. അവളുടെ കൂട്ടുകാരികളുടെ മുന്നിൽ നാണം കെടാൻ ഞാൻ എന്റെ ദീപു മോനെ വിടില്ല. മേ തുജെ നഹി ചോടുങ്ക. കറക്റ്റാ പറഞ്ഞത്. നമുക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പാവല്ലേ അളിയാ. അപ്പൊ നീ നാളെ പോകുന്നില്ല? ഇല്ല, ഞാൻ നാളെ പോണില്ല. അളിയാൻ പറഞ്ഞ പിന്നെ അവനൊരു അപ്പീലില്ല. പൊന്നാരിമംഗലം ഷാപ്പിൽ പോയിണ്ട നീ? നാളെ പോയാലോ? ആ പൊളിക്കുക അത്. അപ്പൊ നാളെ ഒരു കറുമുറും ഇല്ല, ഒരു തേങ്ങയില്ല. നീ ഇപ്പൊ കറുമുറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നാളെ ഷാപ്പിൽ പോകുന്നു. അപ്പൊ അങ്ങനെ ബ്രേക്കപ്പ് അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവളോട് എത്രയൊക്കെ മാറി വന്ന സമയത്ത് ഞാനല്ല ഇപ്പോ. നീ ഏതേലും ഒന്നിലും ഉറച്ചു നിൽക്കുമോളെ? എന്താ ശരിക്കും ഞങ്ങൾ തമ്മിൽ പ്രശ്നം? അതന്നെയല്ലേ ഞാനും ചോദിക്കണേ. എടി ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ലൈഫിന്റെ ഒരു ഫേസ് ആയിട്ട് നീ കൂട്ടിയാൽ മതി. എടി നിന്റെയൊക്കെ ഈ റിലേഷൻ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. ഇത് പൊളിഞ്ഞാലും സക്സസ് ആയാലും ഈ ലോകത്ത് യാതൊരു മാറ്റവും വരാൻ പോലുള്ള. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം അനുഭവം ഉള്ളതുകൊണ്ട് പറയണാണ്. നിന്നോടും കൂടെയാണ്. അടുത്ത നീയാ. പക്ഷെ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോ പുള്ളി നൈസായിരുന്നു. എനിക്കിതങ്ങോട്ട് കേൾക്കുമ്പോഴാണ് എടി ചുമ്മാ എടി നീ 2 വർഷം കഴിയുമ്പോ എവിടെ ആയിരിക്കും? നീ നല്ല ഹാപ്പി ആയിരിക്കും. അന്ന് നീ വിചാരിക്കും ഇത് എന്റെ ലൈഫിലെ ബെസ്റ്റ് തീരുമാനമായിരുന്നു. ആവോ ഇനി നിനക്ക് കൊച്ചിക്കാരനെ തന്നെ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കാം. നീ 2 ദിവസം വീട്ടിൽ പോയി നിൽക്ക്. അപ്പൊ നിന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. നാളെ വീട്ടിൽ പോവാ. നന്നായി, ഞാനും പോവാ വീട്ടില്. കാലത്ത് നമുക്ക് ഇറങ്ങാട്ടോ.
இந்த அளவுக்கு பெரிய பிரச்சனை நடந்துச்சு என்ன இப்ப உங்களுக்கு? അവിടെ നിർത്തുവോ സൂക്ഷിച്ചിറങ്ങു മോനെ. എത്ര പടിയുണ്ട് അമ്മ? ഒരുപാട് പടിയുണ്ട്. അർജുൻ റെഡിയാ? കിട്ടേണ്ട കിട്ടിയപ്പോ നിന്റെ തന്നെ മാറിയാ എന്താ നീ ഉണ്ടാകും അവിടെ അജിത് മേനോൻ ചേട്ടൻ നിന്നോട് ഞാൻ പറഞ്ഞാണ് എനിക്ക് പിന്നെ താല്പര്യമില്ലാന്ന്. പിന്നെ നീ ആരാണ് എന്റെ മേലെ കയറി അധികാരം സ്ഥാപിക്കാൻ? ഇതൊന്നും പോരാണ്ട് നിന്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അല്ലടാ. ഞാനാ എപ്പാ? ഹലോ അമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ മകൾ സൂപ്പർ ശരണ്യ എറണാകുളത്തുള്ള ഒരു പയ്യനുമായിട്ട് ചെറിയ ചുറ്റുകളിയിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ അല്ല, ഞാനിവിടെ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. ഇനി നീ അമ്മമാരുടെ പോയി പകരം ചോദിക്കാൻ നിന്നാ അവരെന്നെ പങ്കായത്തിനടിച്ച് കാലിലിടുന്ന് നോക്കിയോ. ഇവനെ കയ്യെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഇവനടുത്ത് പറയാൻ. എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാ മനസ്സിലാവുന്നില്ല. എനിക്ക് എന്നെ കാണുന്ന ഇറിറ്റേഷനാന്ന്. ഇങ്ങനെ ഒരു വിട്ടി. എന്താ മോളെ, എന്താ പ്രശ്നം? സോറി ചേച്ചി, ചേച്ചിയുടെ മോര് മരപ്പാടാണ്, അതന്നെയാണ് പ്രശ്നം. വണ്ടി കയറി അമ്മ കേറി. நீங்க வீட்ல இருக்கடி. ബസ് എടുക്കറേ ഞാൻ പോവാ. കാണാട്ടാ, വരുമ്പോ കാണാം. ஆஹா, இவங்க ரூட் மாத்தி பஸ் மாதிரி போனா എടി ഞാനും വന്നാലോ നല്ലേക്ക് ഉച്ചക്ക്. എന്തിന്? അല്ല അവനെ കണ്ട ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാം. ശരി ശരി ഇരിക്കേ, ഞാനും വരാം. அப்போ ஒரு ஃபைட் பண்ணி சேர்ந்துருவாங்க நினைக்கிறேன். ശരി. ഓക്കെ അല്ലേ? നീ എവിടെ പോവാണ്? ഷാപ്പ് ഇപ്പൊ തുറന്നിട്ടുണ്ടാവുള്ളോ? ഷാപ്പാ? ഞാൻ തൃശ്ശൂർ പോണേണ് അവളെ കാണാൻ. എന്റെ പൊന്നു, അപ്പൊ ഇന്നലെ 3.5 മണിക്കൂർ ഞാൻ എന്റെ വായല വെള്ളം വെറ്റിച്ച് എന്തിനാണ്? അളിയൻ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് പോണം. എടാ നീ നാണം കെടും. കുറച്ചൊക്കെ നാണം കിട്ടോട്ടെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണട്ടാ പോവാൻ. അത് അളിയൻ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ஆஹா வந்துட்டாங்க நினைக்கிறேன். ഒന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. നിന്നെ കണ്ട് ജസ്റ്റ് ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്ന. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. നീ എവിടെ പോണു? ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് ഇറങ്ങിയതാ, കൂട്ടുകാരന്റെ. ഞാൻ നീ തൃശ്ശൂർക്ക് പോവാന്നോ? തൃശ്ശൂർക്ക് എന്നെ കാണാൻ വരുന്നാണോ? അല്ല, എനിക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. നിനക്ക് സമ്മതിക്കാൻ പറ്റില്ല അല്ലേ ദീപു? എന്നെ കാണാൻ വരുന്നാന്ന് പറഞ്ഞ നിന്റെ മാൻ ഇടിഞ്ഞു വീഴും. നിന്നെ കാണാൻ വന്നില്ല, സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. ഉരുണ്ടളിക്ക് നീ ആരും സമ്മതിക്കും. നീ എന്നെ കാണാൻ വന്നാണ്, അവളൊരു ബൈ പറയാൻ വന്നേക്കണം. നീ എന്നെ കണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വന്നാണ്, സമ്മതിക്കും. പൈസ നോവേ സോനോട് ചോദിച്ചോക്ക്. നോണയെ ഞാൻ കല്യാണത്തിന് പോണേണ് വേണമെങ്കിൽ ആളെടുത്ത് ചോദിച്ചോക്ക്. കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് തോട്ടിയനുസരിച്ചോടെയാണോ? അത് കഴിഞ്ഞില്ലടാ. അവിടെ താൻ പറ്റണ, താൻ മിണ്ടായിരി. സാധന നോക്കിയേ. നീ തീരുമാനിച്ച ഈ പ്രശ്നം ഇവിടെ സോൾവ് ആക്കാം, പക്ഷെ നീ തീരുമാനിക്കൂലല്ലോ. സോനെ, നീ ഇന്നലെ പറഞ്ഞ കറക്റ്റ് ആടി. ഞാനെന്ത് പറഞ്ഞു? എന്റെ ലൈഫിൽ ഏറ്റവും നല്ല തീരുമാനം പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആണ്. വോട്ട് കൊടുത്താ അപ്പൊ നീ കല്യാണത്തിന് പോവായിരിക്കും? അതെ. കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടാന്ന് വെച്ച പൊക്ക, ഞാൻ പോണു. സുലാൻ അല്ല, ஐயோ எங்க அம்மா அக்காலாம் வந்துட்டாங்க. നിങ്ങ എപ്പോ വന്ന്? ഇപ്പൊ വന്നോളൂ. പിന്നെന്താ ഇവിടെ തന്നെ നിക്കണേ? അകത്തേക്ക് വാ, വിളിക്കടാ. இங்க மட்டும்தான் கோவம் எல்லாம். சாப்பிடும்போது நல்லா இருந்துச்சா? ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ. അതിങ്ങ നേടി എന്തിരി ഇവര് പോട്ടേട്ടാ, ശരിയാക്കി തരാ ഞാൻ. ശരിയാക്കി തരാൻ ഞാൻ. ഓടി ഒരുപെട്ടോളാൻ மாட்டிக்கிட்டாங்க. இப்ப போக முடியாது, உள்ள வராமல இருக்க முடியாது. கூட உட்கார்றது பத்தியா? ചായ എടുക്കട്ടെ മക്കളെ? അല്ലേ വേണ്ട, പായസം കൊടുക്കാം അല്ലേ? പായസം എടുക്കട്ടെ? പായസം നന്നായിരിക്കും, ചായ മതി. എന്താ എല്ലാവരും വല്ലാണ്ടിരിക്കണേ? എന്താടാ? ഒന്നുമില്ല. എന്നാ ചായ എടുക്കാം. ഡാബി, നിനക്ക് ഇവർക്ക് ചായ ഇട്ട് കൊടുത്തൂടെ? എന്നത് ചായ ആയിരിക്കില്ല കൊടുക്കണത്. ചേട്ടാ മീനെന്തി? രാഹുല രാഹുല് മുകളിലേക്ക് താമസം മാറി, തയ്യൽ മെഷീൻ വന്നപ്പോഴേ. മോള് പോയി കണ്ടോ? പൊക്കോ, മോളുണ്ട്, പോയി കാണ്. எப்ப ஆளை வெளியிடம் சொல்லிட்டு மேல போறேன். ഇവിടെ എന്തൊക്കെയാടി നടക്കണത്? ഞാൻ അത്രയ്ക്ക് മണ്ടിയാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മേ, ദീപു ശരണ്യ ഇഷ്ടത്തിലാണ്. അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാൻ പാടില്ല. ഇനി ബാഗൊക്കെ തൂക്കി ഇവിടെ പൊറുതി തുടങ്ങാൻ വന്നാണോ? എനിക്കറിയാൻ പാടില്ല. ശരണ്യ, രാഹുൽ
சைடு வச்சிருக்காங்களா நாங்க பக்கத்துல இருக்கும்ல. എന്താ ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തു വെക്കോ. டைமர் செக் பண்ணிட்டு போகும்போது பாரு. நான் தான் அது. 5 minutes ഓക്കെ 5 minutes. എന്നിട്ട് എന്ത് കഴിഞ്ഞ പെർഫോമൻസ് എന്തായിരുന്നു? അമ്മ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ആ സോന കണ്ടപ്പോ കലിച്ചേറി. പിന്നെ നീ പറഞ്ഞ ഡയലോഗും. അത് ഞാൻ സത്യം പറഞ്ഞാണ് മോനെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താ അനുഭവിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നീ എന്ന് പറഞ്ഞില്ലേ നീ ഇൻസൾട്ട് ചെയ്ത കാര്യമൊന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറി. ഇത് പറയാൻ വേണ്ടി ഞാൻ കുറെ വിളിച്ചിപ്പോ ഓത്തമംഗലം കോപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇമ്മാതിരി ഡ്രാമ കളിക്കാൻ എനിക്കും അറിയാം. ഞാൻ ഡ്രാമ കളിച്ചിട്ടില്ല. മോനെ ഇവിടെ കിടന്ന് കാര്യം കണ്ണാ കണ്ട யோப்பா இவங்க இவ்வளவு பேசுவாங்களா? ஸ்டார்டிங்ல உங்களுக்கு நம்ம அண்டர் எஸ்டிமேட் பண்ணிட்டேன்னு நினைக்கிறேன். ഞാനേ ശരിക്കും നിന്നെ കാണാൻ ഇറങ്ങിയതാണ്. അതെ അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ? എന്ത് അല്ല നമ്മുടെ വന്നടിച്ച് കാലിട്ടവനെ തള്ളാൻ വരൂ? അവൻ എക്സസൈസ് ആയി നോക്കി വീട്ടിൽ മലയാണ്ണാന്റെ ഇറച്ചി കൈവശം വെച്ചേന്. അജിത് മേനോനാ. അയാളതിന് വരില്ല. അരുൺ സാറാ. അയാൾക്കിപ്പോ എന്നോട് ബഹുമാനമാണ്. ബഹുമാനം അപ്പൊ ഓക്കെയാണ്. ഡണ്ണാണ് ഡൺ. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല പാവം. ഞാൻ കൊടുത്താണ്. ഓവർ ഫീഡ് ചെയ്താ ചത്തു. എന്താണ് ഇവിടെ താമസിച്ച പെൺകുട്ടിയുടെ ഐഡിയ ആണോ? അപ്പൊ തന്നെ റിക്വസ്റ്റ് പോയിട്ടുണ്ടാവല്ലോ. ഞാൻ വിട്ടിട്ടൊന്നുമില്ല. ചിലപ്പോ അളിയൻ വിട്ടിട്ടുണ്ടാവും. വാ ഏ 5 നിമിഷം முடிய போது இல்ல മമ്മി വേറെ ചേട്ടൻ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനാകെ ഇല്ലാണ്ടായി പോയി. എന്നിട്ട് അഹങ്കാരത്തിന് കുറവുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഞാൻ കാണിക്കും. അപ്പൊ കാണിച്ചേ. അല്ല ഇനി അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എന്റെ ദൈവമേ. ഹലോ എന്ത് പെട്ടെന്ന് പറഞ്ഞോ? അതേ പറഞ്ഞു. ഓക്കേ ടൈംസ് അപ്പ്. ടൈംസ് അപ്പ്. ബൈ പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ? ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട നിന്റെ മുഖം പിടിച്ച് ചുമരൽ വരച്ച് കണ്ണുമൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കും. കേട്ടടി ശരണ്യ நல்ல ஃப்ரெண்டுடி நீங்க. மத்தவங்க பிசினஸ்ல தலையிட்டா அப்படிதான். അവള് പോയി. ச்சே മമിതാക്ക് ബൾബ്. 20 ദിവസം മെഡിക്കൽ മിറാക്കൾ. ബ്രേക്കപ്പ് അടിക്കാൻ വന്ന് ഞാൻ കാലു മാറി. പാവ സോന അവിടെ മുഖം കാണായിരുന്നു. ഏറ് കൊണ്ട കങ്കാരുനെ പോലെ. പായസം കഴിക്കി. എല്ലാവരും എടുക്കട്ടാ. കൊടുക്ക്. ശാത്തത്തിന്റെ പായസം കഴിക്ക്, കഴിക്ക്. ശരണ്യ പറഞ്ഞു കൊടുത്തു. നീ എടുക്ക് എടുക്ക്. ആ, കൊടുക്ക്. നുറുക്ക് കഴിക്കി. അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മ ഉണ്ടാക്കിയല്ല അപ്പുറത്ത് മേടിച്ചിട്ട് അവന്റെ അമ്മ ആദ്യം കുറച്ച് എയർ അടിച്ചിരുന്നു. പിന്നെ ഓക്കെ. ഞാൻ ആദ്യം ഒരു തത്വം പറഞ്ഞിരുന്നില്ലേ, എൻട്രൻസ് കോച്ചിങ്ങിന് കൂടെ പഠിച്ച ആര്യ പറഞ്ഞിരുന്നത് ജീവിതം കടലിട്ട പായ്വഞ്ചി പോലാണെന്ന്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവന്റെ കാര്യത്തിൽ ഇനിയും കുറെ നിഗൂഢതകൾ മറന്നിക്കാനുണ്ട്. നിന്ന നിൽപ്പിൽ നുണ പറഞ്ഞോളി. അന്ന് ഇടിവള്ളി ഒരു കായലിട്ടുകായിരുന്നു. എനിക്കതൊരു വിശ്വാസം വന്നിട്ടില്ല. എന്തൊരു ഭാവന. இப்படிதான் நினைக்கிறேன் மலையாளத்துல போட்டுருக்கு. വരണേ. ഇനിയൊരു ഇടിയില്ല ഒരു തേങ്ങയില്ലട്ടാ. இங்கதான் ஏதோ ஃபைட்லாம் பண்ணிட்டு இருந்தா சொல்லிட்டு இருந்தான். 10-15 சண்டை கிட்ட போட்டான்னு சொன்னல. இந்த ஆத்துக்கிட்ட தான் ஃபைட்லாம் பண்ணிட்டு இருந்தா சொல்லிட்டு இருந்தான். இங்கே வந்து அந்த காப்பத்திக்கு போட்டு நான் இதுக்கு ஏன் சூப்பர் ஸ்டார் என்னன்னு பேர் வச்சாங்கன்னு சொல்லவே இல்லை. ஓகே மூவி முடிஞ்சிருச்சு. உங்களோட தாட்ஸ் என்ன? நல்லா இருந்துச்சு. பட் எனக்கு வந்து கொஞ்சம் வந்துட்டு செகண்ட் ஹாஃப் ஸ்லோவா இருந்த மாதிரி தோணுச்சு. ஃபர்ஸ்ட் ஹாஃப் செம்ம ஜாலியா போயிட்டு இருந்தது. இவங்க அந்த சரண்யா கேரக்டர் நடிச்ச அவங்க, அப்புறம் மமிதா, இவங்கெல்லாம் வந்துட்டு பயங்கரமா நடிச்சிருந்தாங்க. மமிதாவோட இன்னொரு இது வந்துட்டு நம்ம இதுல பார்த்தோம். நம்ம வந்துட்டு பிரேமலு ஃபர்ஸ்ட் பார்த்ததுனால நமக்கு வந்துட்டு அந்த மமிதாவை பார்த்துட்டு, ஆமா இங்க வந்துட்டு ஒரு ஃப்ரெண்டு கேரக்டர்ல வந்துட்டு ஃப்ரெண்டாவே வாழ்ந்துட்டாங்க அவங்க. பயங்கர கேர்ஃபுல்லா ஒரு ஃப்ரெண்டா நடிச்சிருந்தாங்க. செம்மையா ஆக்ட் பண்ணியிருந்தாங்க அவங்க. இவங்க ஸ்டார்டிங்ல சரண்யா வந்துட்டு ஸ்டார்டிங்ல நல்ல இன்னசென்ட்டா இருந்தாங்க. நான் வந்து என்ன எதுக்கெடுத்தாலும் அழுகுறாங்க, பயப்படுறாங்கன்னு பார்த்தா செகண்ட் ஹாஃப்ல மாஸ் பண்ணியிருந்தாங்க அவங்க. அவங்களே சொல்லியிருந்தாங்கல்ல, எனக்கு கம்ஃபர்ட் ஜோன்ல மட்டும் தான், இல்ல வந்து எனக்கு ரொம்ப க்ளோஸ் ஆனவங்க கிட்ட மட்டும் தான் நான் வந்துட்டு கோவப்படுவேன். நான் அவங்க கிட்ட மட்டும் தான் ரொம்ப ஜாலியா இருப்பேன் அப்படிங்கிற மாதிரி சொல்லியிருந்தாங்க. அது அவங்களுக்கே தெரிஞ்சிருக்கு. அந்த 2 வெரைட்டி ஆக்டிங் காமிச்சிருந்தது நல்லா இருந்தது. நஸ்லின் வந்துட்டு ஒரு சைடு ஆக்டர் மாதிரி தான் இதுல நடிச்சாரு. ரொம்ப மெயினா இல்ல. அவரும் அவங்களுக்கு பின்னாடி சுத்திட்டு இருக்க மாதிரி காமிச்சிருந்தாங்க. அது நல்லா இருந்தது. அர்ஜுன் அசோக் அவரோட யதார்த்தமான ஆக்டிங் நல்லா இருந்துச்சு எனக்கு. அது இந்த காலேஜ் ரெட்டராக்கும் நமக்கு இந்த மாதிரி நிறைய நமக்கு சிங்க் ஆகும்ல. எப்பயுமே ஏதாச்சும் ஒரு குரூப்ல ஒரு பொண்ணு பின்னாடி ஒரு 4-5 பேர் சுத்திட்டு இருப்பானுங்க.
அதுல வந்துட்டு எல்லாரும் ப்ரப்போஸ் பண்ணிட்டு இருப்பாங்க. அந்த பொண்ணுக்கு என்ன பண்றதுன்னே தெரியாது. ஆனா அப்படி இருக்கும்போது, சுத்தாத ஒருத்தனை போய் அந்த பொண்ணு லவ் பண்ணும்போது என்ன ஆகுன்னா, அந்த 4 பேருக்குள்ள நடக்கிற அந்த ஒரு டிராமாஸ் இருக்குல்ல, அதெல்லாம் நல்லா காமிச்சிருந்தாங்க இதுல. இதுல ஒரு சீனியரு, அவ கூட இருக்க ஒருத்தவன், அப்புறம் ப்ரொஃபசர் ஒரு ஆளு, சம்மந்தமே இல்ல இன்னொரு ஆளு யாராச்சும் ஒரு லவ் பண்ணிட்டு இருக்க இந்த மாதிரிலாம் காமிக்கிறப்போ, அந்த பொண்ணுக்குன்னு ஒரு இன்ட்ரெஸ்ட் இருக்கும்ல. ஸோ அத வந்துட்டு நல்லா காமிச்சிருந்தாங்க. நீங்க யார வேணா சுத்துங்க. நான் லவ் பண்றது எனக்கு புடிச்சவன் தான் லவ் பண்ணுவேன் அப்படிங்கிற மாரி. அப்புறம் அந்த பொண்ணை ஹேண்டில் பண்ண விதங்கள்லாம் நல்லா இருந்துச்சு. அது பொண்ணுக்கு பிரச்சனை வந்துரும். கிளவரா இருக்கு அந்த பொண்ணு. அதாவது சரண்யா வந்துட்டு கிளவரா ஹேண்டில் பண்றாங்க எல்லாத்தையும். கொஞ்சம் பயந்த மாரி காமிச்சுக்கிறாங்க. பட் உள்ளுக்குள்ள அவங்க வந்துட்டு அப்படி இல்ல. உள்ளுக்குள்ள வந்துட்டு அவங்க நல்லா ஸ்ட்ராங்கா, போல்டா தான் இருக்காங்க. பட் வெளிய மட்டும் காமிச்சுக்கிறது லைட்டா வந்துட்டு ஒரு இன்னசென்ட் மாரி காமிச்சிட்டு தேவைப்படும் பொழுது அவங்களுக்கு வந்து ஆட்டோமேட்டிக்கா அந்த ஆமா. கரேஜ் வந்துருது. மத்த டைம்ல சின்ன சின்ன விஷயத்துக்குலாம் பயந்துக்கிறாங்க. அர்ஜுன் கிட்ட பேசும்போது பயங்கர ஆட்டிட்யூடா இருக்கு. ஆனா வெளில பேசும்போது மட்டும், சரிங்க நம்ம கொஞ்சம் கால் கழிச்சுக்கோ சொல்றேங்க அப்படிங்கிற மாரி லைட்டா சொல்லிக்கிறது நல்லா இருந்துச்சு. அதுதான் வந்துட்டு எனக்கு ஒரு ஒரு 1 ஹவர் வந்துட்டு நல்லா ஸ்பீடா போன மாரி இருந்துச்சு. பட் அந்த லவ் போர்ஷன் வந்ததுக்கப்புறம் கொஞ்சம் எனக்கு ஸ்லோவான மாரி தோணுச்சு. பட் எனக்கு தெரியல அது பிரேம்ல பார்த்துட்டு இத பார்க்கறதுனாலயா? மேபி அதனால கூட இருக்கலாம்னு நெனைக்கிறேன். கொஞ்சம் அந்த இத வந்துட்டு இன்னும் கொஞ்சம் ஸ்பீட் பண்ணியிருக்கலாம்னு சொல்லி மேபி ஸ்லோவா பார்க்கறதும் ஓகே தான். பட் இந்த சீன்ஸ் வந்துட்டு அந்த அளவுக்கு எனக்கு கிரிப் ஆன மாரி தோணல. செகண்ட் ஹாஃப்ல. கிளைமேக்ஸ் வந்துட்டு நல்லா இருந்துச்சு அதுக்கப்புறம். அது ஒரு ஒரு 45 மினிட்ஸ் வந்துட்டு எனக்கு கொஞ்சம் வந்துட்டு ஸ்லோவா போன மாரி இருந்தது. அத தவிர்த்து மத்ததெல்லாம் ஓகே தான். நல்லா இருந்துச்சு. இவரு சங்கீத் வந்து பெருசா வந்துட்டு இதுல நம்ம வந்துட்டு அவர பார்க்கல. ஓகே தான். ஒரு ஒரு குட் ஃபிலிம் எனக்கு என்ன பொறுத்தவரைக்கும் அவ்வளவுதான். ரொம்ப வந்துட்டு எனக்கு ரொம்ப எக்ஸைட்மென்ட்டா நான் வந்து சொல்ற அளவுக்கு எனக்கு பெருசா அதுல எதுவும் தோணல. எனக்கும் அப்படிதான். எனக்கு ஓகேஷா இருந்தது. கேர்ள்ஸ் நெறைய கனெக்ட் பண்ணலாம் அப்படி இப்படி சொல்லியிருந்தாங்க. எனக்கு அது ஹாஸ்டல் பெருசா சீன்ஸ்லாம் உனக்கு ஏதாச்சும் கனெக்ட் ஆகுது? ஹாஸ்டல் சீன்ஸ்லாம் நெறையவே கனெக்ட் ஆச்சு. இப்ப மமிதா கேரக்டர்லாம் வந்துட்டு ஆல்மோஸ்ட் என் கேரக்டர் மாரி தான். அது அப்புறமேட்டு ஃப்ரெண்ட்ஸ் 4 பேர் சேர்ந்துட்டு எப்படினாலும் சுத்துறது. இன்னொன்னு ஹாஸ்டல்ல இருக்கும்போதெல்லாம் நமக்கு ஒரு வேலையும் இருக்காதுல்ல. காலேஜ் போவோம், ரிட்டர்ன் வருவோம். கொஞ்சம் இது மாரி ஃப்ரெண்ட்ஸ் கேங்கோட உட்காந்துட்டு இது அதுன்னு ஏதாவது பேசிட்டு இருப்போம். ஸோ காலேஜ் அந்த அந்த செட்டப் ஃபுல்லாவே அப்படியே மேட்ச் ஆச்சு. மத்தபடி வந்துட்டு எனக்கு ஓகே தான் இந்த மூவி. எனக்கு வந்து ரொம்ப ஒரு ரேண்டம் வாட்ச் மாரி இருந்தது. நல்லா பெருசா இருந்துச்சு. நல்லா இருந்துச்சு. பட் நம்ம ரொம்ப வந்துட்டு சூப்பரா இருந்துச்சுன்னு சொல்ற மாரி எனக்கு தோணல. ஆமா. நல்லா ஓகே. இருந்துச்சு படம். அவ்வளவுதான். பார்க்கலாம் அப்படிங்கிற மாரி தான் இருந்துச்சு. ஆக்சுவலி வந்துட்டு இன்னும் ஏதாவது பிளாட் எதிர்பார்த்தேன். ஆ லைக் ஓகே லவ் போர்ஷன் காமிச்சாங்க ஓகே. பட் அத தாண்டி இன்ட்ரஸ்டிங் ஃபேக்ட் எதுவுமே இல்ல ஆ பண்றதுக்கு. சூப்பர் சரண்யா பேரு எனக்கு புரியல. பிளஸ் வந்து ஏதோ ஒரு லவ் லவ் மூவி அவ்வளவுதான். அவங்களுக்குள்ள நடக்கிற விஷயங்கள் ஓகே ஓகேவா இருந்தது. அதுக்கப்புறம் நான் என்ன சொல்லுவேன்னா, அந்த 4 பேர் இருந்தாங்கல்ல, ஹாஸ்டல்ல காமிச்ச அந்த 4 பேர். அதுல எப்பயுமே இந்த மாரி ஒரு கேரக்டர் அதிக பிரசங்கித்தனமா பண்ற ஒரு கேரக்டர் இருப்பாங்க. அதாவது அவன் என்ன பண்ணாலும், "அத நீ பண்ணக்கூடாது. அவன நீ லவ் பண்ணக்கூடாது." அப்படி சொல்லி இப்ப எப்படி ஒரு பையன் ஒரு பொண்ண கண்ட்ரோல் பண்றானோ, அதே மாரி பொண்ணும் கண்ட்ரோல் பண்ணக்கூடாதுல்ல. அவங்க டிசிஷன் தானே அது. நீ வந்துட்டு சொல்லலாம். அட்வைஸ் பண்றது தப்பில்ல. பட் ஸ்ட்ரிக்ட்டா நான் இதெல்லாம் வந்து நீ பண்ணக்கூடாது. இப்படிலாம் போகக்கூடாதுன்னு சொல்லிட்டு உங்களுடைய தாட்ஸ அவங்க மேல திணிக்கக்கூடாது. அது வந்துட்டு மமிதா கிட்ட நான் பார்த்தேன். அது மாரி கேரக்டரும் நம்ம வந்து நெறைய பேர் பார்த்திருப்போம். அவங்கவங்க இஷ்டம் தானே அது. அவங்களுக்கு அர்ஜுன பிடிச்சிருக்கு. அவங்க லவ் பண்றாங்க. உனக்கு பிடிக்கலன்னா நீ அத விட்டுறணும். அவங்கள போய் நீ ஏதாச்சும் அவங்களுக்குள்ள ஏதாச்சும் பிரச்சனைய உண்டாக்கி, அதுவுமே ஒரு ரீசனா இருக்கும். அந்த லவ்லாம் பிரியறதுக்கு. கூட இருக்கவங்களே வந்து சும்மா இல்லாம அவன லவ் பண்ணாத. அவன் வந்து அப்படி இப்படி இப்படின்னு சொல்லிக்கிட்டு. ஹாஸ்டல் நெறைய நடக்கும்ல. அது அவங்கவங்க இஷ்டத்துக்கு விட்டுறணும். அது காலேஜ்ல நடக்கிறது தானே. அந்த மாரி கேரக்டரையும் காமிச்சு அதாவது இதெல்லாம் அவங்களுக்கு இருக்க மெச்சூரிட்டி இல்ல அவ்வளவுதான். நான் என்ன சொல்ல வரேன்னா, இதெல்லாம் எக்ஸ்ப்ளோர் பண்ணி அந்த டைரக்டர் எடுத்திருக்காரு பாரு. இந்த எழுதுறப்போ அதெல்லாம் அதையுமே சேர்த்து அவரு எல்லாத்தையுமே எக்ஸ்ப்ளோர் பண்ணி இப்ப பிரேம்லூல வந்துட்டு எந்த அளவுக்கு அவர் ஒர்க் பண்ணியிருந்தாரு அப்படின்னா, அது ரியாலிட்டியா வந்துட்டு நம்ம நெறைய பார்க்குற மாரி இருந்துச்சு. அதே மாரி இதுவும் வந்துட்டு அந்த கேர்ள்ஸ் சைடுல வந்துட்டு என்னென்னலாம் வந்துட்டு இருக்கும். அவங்க ராகிங் பண்ற அந்த இது. அதுக்கப்புறம் அந்த ஹாஸ்டலுக்குள்ள நடக்கிறது, ஸ்நாக்ஸ் கொண்டு போறது, இந்த மாரி நெறைய விஷயங்கள் நெறைய ரிசர்ச் பண்ணி தான் எடுத்திருப்பாரு. அந்த போர்ஷன்ஸ்லாம் நல்லா இருந்துச்சு. ஸோ அவ்வளோதான். எனக்கு தெரிஞ்சு இந்த மாரி ஒரு சில விஷயங்கள்லாம் நல்லா இருந்துச்சு. மியூசிக் வந்துட்டு எனக்கு அந்த அளவுக்கு வந்துட்டு பட் நல்லா அங்கங்க அந்த லவ் போர்ஷன்ஸ் காமிக்கிற இந்த பேக்ரவுண்ட் ஸ்கோர் நல்லா இருந்தது. ஸோ அவ்வளோதான் எனக்கு. அவ்வளவுதான். ஓகே நெக்ஸ்ட் மூவில சந்திப்போம். பை. பாய்.